കാടമുട്ട വീട്ടിലെത്തി പൊട്ടിച്ചപ്പോൾ മുഴുവൻ പൊട്ടിയത്, ചിലത് കെട്ടത്, പൊട്ടി വെച്ച് പെട്ടി മണത്തിട്ട് വയ്യ. ഇങ്ങനെ ഒരുപാട് പരാതി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പരാതി പ്രസവിച്ച വീടുകളിലാണ് ഇങ്ങനെ കൂടുതൽ പരാതി. പ്രസവിച്ച് കിടക്കുന്ന വീടുകളിൽ അവർക്ക് കിട്ടിയ കാടമുട്ടകളാണ് ഇത്തരം ഏറ്റവും കൂടുതലുണ്ട്. അതേമാതിരി മാർക്കം കഴിച്ച വീടുകളിലും. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം. നിങ്ങളെ മുന്നിൽ എങ്ങനെയാണ് ഈ കാടമുട്ട ഒരു ഉൽപ്പന്നമായിട്ട് എത്തുന്നതെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഒരു പക്ഷേ ഈ പെട്ടി അത് ഇങ്ങനെ കെട്ടതിലും അല്ലെങ്കിൽ ഇതായതിലും. ഹലോ, അതിനകത്ത് ഇപ്പത്തി ഞാൻ റോഡുമേ 10 വർഷം മുട്ടല്ലേ പറഞ്ഞത്. അതിനകത്ത് ഞാൻ റോഡുമേലെ നല്ല ബ്ലോക്കാണ്, ഹൈവേന്റെ പണി ഇതൊക്കെ ആയിട്ട് ഇപ്പത്തി കുട്ടികളെ വർത്താൻ വരില്ലല്ലോ. അതിനകത്ത് ഇപ്പത്തി അതാണ് അവസ്ഥ. ചില കർഷകരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് എത്താൻ തന്നെ ഉണ്ടാവും. അരമണിക്കൂർ 40 മിനിറ്റ് ആയിട്ട് എത്താതാകുമ്പോൾ ഇയാൾ വിളിക്കും, അങ്ങേപ്പുറത്തുള്ള ആൾ വിളിക്കും, ഇതപ്പത്തി എന്നല്ല സംഭവം കരിയുന്ന പാക്ക് ചെയ്തേക്കാൻ. അപ്പോൾ ആകെ ധൃതി പിടിച്ച് പാക്ക് ചെയ്യലും അത് പല കാരണം കൊണ്ട് നേരം പെയ്തായിരിക്കും. പൊതുവെ ഉള്ളതാണ്, ഇതിൻ്റെ മാത്രം വിഷയമല്ല. പല കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ധൃതിയിൽ പാക്ക് ചെയ്യും. പിന്നെ റോഡും കൂടി ചടപടായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാടമുട്ടയാണ്. സ്വാഭാവികമായിട്ടും ചെറിയ ചതുങ്ങലും ഒക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചതുങ്ങിയ മുട്ട ഒരാൾ കടയിലെത്തി, ആ കടയിൽ ചിലപ്പോൾ 2 ദിവസം ഒന്നുണ്ടാവും, ചിലപ്പോൾ 3 ദിവസം, ഒരാഴ്ച. നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ മിക്കവാറും അന്നന്ന് എത്തിക്കണം. പക്ഷെ എല്ലാവർക്കും തന്നെ സാധിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ആ കടയിൽ നിന്ന് വാങ്ങി കൊടുത്ത് ചിലപ്പോൾ ഡയറക്റ്റ് നിങ്ങളെ വീട്ടിലെത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അന്ന് തന്നെ കൊടുന്ന് ചെന്ന് നിങ്ങളെ വക 2 ദിവസം 3 ദിവസം വീട്ടിൽ വെക്കും. അപ്പോൾ ആ വക വകുപ്പിൽ പിന്നെ അത് പയർന്ന് ചെന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടി ഒളിച്ചുകൊണ്ട് 2-3 ദിവസം കൊണ്ട് അതിന് പുഴുക്കൾ നിറഞ്ഞ് ഇതാകും. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളെടുത്തും ചെറിയൊരു ഫാൾട്ട് ഉണ്ടെന്നും കൂടി മനസ്സിലാക്കണം. അതായത് ഉപഭോക്താവിൻ്റെ അടുത്തും ഉൽപ്പാദകൻ്റെ അടുത്തും ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പോൾ നമ്മളെ കയ്യിലൊരു കാടമുട്ട കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യണം, ആ ബോക്സ് അന്ന് തന്നെ പൊളിച്ച് ഇതുപോലെ പാത്രത്തിലാക്കി വെക്കണം. അപ്പോൾ പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില ആൾക്കാർ ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ട് ഭയങ്കര ബലം പിടിച്ചുകൊണ്ട് ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ ഇങ്ങനെയാണ് പറിച്ചു. അതിലും ഒരു ചതവ് കുടിക്കാണ്ട്. പക്ഷെ അതിലൊന്നും ആവശ്യമില്ല. ഒന്നുകിലും ഒരു കത്രിക എടുക്കേണ്ടതാണ് ഇങ്ങനെ അതിലൊരു സബൂർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാക്കിയാൽ ഇത് ഈസി ആയിട്ട് കിട്ടും. ചെറിയൊരു നനവ് കുട്ടികളുണ്ടാണ് പെട്ടിക്ക് ചെറിയൊരു കുടുങ്ങിയതാണ്. ഇത്ര പണിയുണ്ട്. പക്ഷെ ചില ആൾക്കാർ ബലം പിടിച്ചാണ്ട് അവരെ വകമായിട്ട് അപ്പോൾ ഒരു പൊട്ടും കൂടി ഇതിന് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ കാടമുട്ട കിട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും കേട് വന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് അതിന് മുമ്പ് ചെയ്യണത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, കിട്ടിയ ഉടനെ ഈ മുട്ട പ്രത്യേകിച്ച് പെറ്റെടുക്കുന്ന ആൾക്കാരൊക്കെ ബോക്സ് പൊട്ടിക്കുക, അതിൻ്റേതായ മട്ടത്തിൽ പൊട്ടിക്കുക. എന്നിട്ട് ആ ബോക്സ് മുഴുവൻ തപ്പിയിട്ട് ചതുങ്ങിയതുണ്ടെങ്കിൽ അത് വേറെ വെക്കുക. എന്നിട്ട് ചങ്ങാത്ത മുട്ട ഇതേപോലെ പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് ആ മുട്ട എങ്ങനെയായാലും പൂർണ്ണമായിട്ട് കിട്ടും. പക്ഷെ നമ്മളെ ഒരു പ്രവൃത്തി ദോഷം കൊണ്ടൊക്കെയാണ് കുറേയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കെട്ടതും പിടിച്ചതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇത് നിങ്ങളെ പലർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.